വെൽക്കം ബാക്ക് ടു Electropoint. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു 4.1 പവർഫുൾ ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നൈസായിട്ട് പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ 4.1 പവർഫുൾ ആംപ്ലിഫയർ. ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരു മാസ്റ്റർ വോളിയം, പിന്നെ ഒരു സബ് വോളിയമാണ്. കൂടാതെ ഒരു ബാസ്റ്റബിൾ കൺട്രോളും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു പവർ സ്വിച്ചും ഒരു USB മൊഡ്യൂളാണ്. അതൊരു ഇൻബിൽറ്റായ ഒരു ഡിസൈനിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. മെയിനായിട്ട് വരുന്ന രണ്ട് മാസ്റ്റർ നോബുകൾ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തെ ബോർഡുകളും കാര്യങ്ങളും പരിചയപ്പെടാം. ഉൾവശം നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 4 ചാനൽ ബോർഡാണ്. പിന്നെ ഒരു സബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 5200 and 1943 ഡ്യുവൽ പെയർ മോണോ ബോർഡാണ്. 4 ചാനലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് PDA 7388 എന്ന ഒരു 4 ചാനൽ ബോർഡാണ്. ഇതിൽ നിന്നും 40 വാട്ട് RMS ആണ് ഒരു ചാനലിൽ നിന്നും ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടിയ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കേൾക്കാൻ നല്ല ഒരു എഫക്റ്റോടുകൂടിയ ഒരു ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ഇവിടെ ബാസ്റ്റബിളിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബാസ്റ്റബിൾ ബോർഡാണ്. അതുപോലെ സബ് ഫിൽറ്ററിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 പ്രീസെറ്റോട് കൂടിയ, അതുപോലെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഫിൽറ്റർ ബോർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന IC എല്ലാം 3 to 4 ആണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി ട്രാൻസ്ഫോമറാണ്. 30030 ഒരു 8 ആംപിയറിലും അതുപോലെ 12012 ഒരു 5 ആംപിയറിലുമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മളൊരു 120 ടാപ്പിംഗ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 4.1 ബോർഡും അതുപോലെ സബിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 4 ട്രാൻസിസ്റ്റർ ബോർഡും ഒരു ഹെവി ഹീറ്റ് സിങ്കിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂളിങ്ങിനായിട്ടൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഒരു 4 ചാനൽ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനായി 2 സ്പീക്കർ സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഔട്ടിനായിട്ടൊരു RC സോക്കറ്റും, അതുപോലെ നമുക്ക് ഓക്സ് TV എന്നിവ കണക്ട് ചെയ്യാനായിട്ട് RCA സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പവർ കോഡ് വയറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം. ഇതിൻ്റെ വർക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിയോക്സ് എന്ന കമ്പനിയുടെ 12-inch സബ് വൂഫറാണ്. നമ്മൾ 4 സ്പീക്കറുകളാണ് എടുത്തിരിക്കുന്നത്. അവാർഡ് കമ്പനിയുടെ 2 8-inch സ്പീക്കറും അതുപോലെ ഫിലിപ്സ് കമ്പനിയുടെ 2 8-inch ഫുൾ റേഞ്ച് സ്പീക്കറും കൂടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.